മപ്പാസ് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. മസാല കൂട്ടിലേക്ക് ആവശ്യമുള്ളത് മല്ലിപ്പൊടി 9 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി. ബേ ലീഫ് വലുതാണെങ്കിൽ 1 ചെറുതാണെങ്കിൽ 2, ഏലക്ക 10 മുതൽ 15 വരെയാകാം, ഗ്രാമ്പൂ 10, 1 തക്കോലം, കറുവാപ്പട്ട വലിയൊരു കഷ്ണവും ചെറിയൊരെണ്ണവും, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, എണ്ണ ആവശ്യത്തിന്, വിനെഗർ 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ, 10 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണിത്. ഫ്രഷ് തേങ്ങ ഉപയോഗിക്കുന്നവർ 2 തേങ്ങയുടെ പാൽ ഉപയോഗിക്കുക. ഞാൻ ഇവിടെ 10 ടേബിൾ സ്പൂൺ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് വെള്ളത്തിൽ കലക്കി പകുതി എടുത്ത് വെള്ളത്തിൽ കലക്കി വയ്ക്കുക. 1-ാം പാലും 2-ാം പാലും എന്നുള്ള തരം തിരിക്കാനായിട്ട് നമുക്ക് പാൽപ്പൊടി ആയതുകൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പകുതി എടുത്ത് വെള്ളത്തിൽ കലക്കി പകുതി ആദ്യമേ ചേർക്കുന്നു. പിന്നെ കറി വാങ്ങാറാകുമ്പോൾ ബാക്കി പകുതി ചേർത്തെടുക്കുന്നു. 2.5 കിലോ താറാവ് മപ്പാസ് വെക്കാൻ ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ് ഇത്. നമ്മൾ 8 സവാള, മീഡിയം സൈസ് 8 സവാള അരിഞ്ഞെടുത്തിരിക്കുന്നതാണിത്. വലിയ കഷ്ണം ഇഞ്ചി, 2 കുടം വെളുത്തുള്ളി. ഞാൻ കാണിച്ചിരുന്ന വലിയ ചുള വെളുത്തുള്ളിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 25 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുക. നല്ല എരിവുള്ള പച്ചമുളക് നോക്കുകയാണെങ്കിൽ അളവ് ചിലപ്പോൾ കുറച്ച് മതി. അവനവൻ്റെ എരിവിൻ്റെ പാകത്തിനനുസരിച്ചുള്ള മുളക് നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. പിന്നെ കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നു അത്രയും രുചിയുമാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സവാള വഴറ്റാനുള്ള പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഒരുപാട് ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏലക്കായും പട്ടയൊക്കെ ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി അതൊന്നും ഇപ്പോൾ ചേർക്കരുത്. ഇതൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏലക്ക പതുക്കെ പൊട്ടി തുടങ്ങി. നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർക്കാം. നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവയെല്ലാം കൂടെ, പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ എണ്ണ തെളിയുന്നിടം വരെ നമ്മൾ വഴറ്റേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പെരിഞ്ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി, മല്ലിപ്പൊടി നമ്മൾ പച്ചയ്ക്കാണ് ചേർത്തിരിക്കുന്നത്. അപ്പം മല്ലിപ്പൊടിയുടെ പച്ചച്ചുവയൊന്ന് മാറുന്നിടം വരെ നന്നായിട്ടിത് വഴറ്റണം. നമ്മുടെ മസാല, മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുള്ള മസാല നന്നായിട്ട് തന്നെ അതിൻ്റെ പച്ചമണം എല്ലാം മാറി നന്നായിട്ടത് മൂത്ത് കഴിഞ്ഞു. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ ഇതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അത് ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടത്. അപ്പം നിങ്ങൾക്കത് വെച്ചിട്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെറിയ ഫ്ലെയിമിലിട്ടതിന് ശേഷം നിങ്ങൾക്കത് മാറി പോകാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ താറാവിനെ നുറുക്കിയത് എടുത്തിടാം.
ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ അല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പകുതി തേങ്ങാ പാൽപ്പൊടി എടുത്ത് കലക്കി അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കാം. താറാവ് ഇറച്ചി വേകാനായിട്ട് നല്ല താമസമുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറു തീയിൽ വെച്ച് മൂടി വെച്ച് വേവിക്കുക. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ തന്നെ ആഡ് ചെയ്യേണ്ട ഒന്നാണ് വിനെഗർ. നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗർ ഇതിലേക്ക് ചേർത്ത് വേണം മൂടി വയ്ക്കാനായിട്ട്. ഇറച്ചിനൊക്കെ വെള്ളം ഒഴിച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. ഇനി അത് നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഇത് മൂടി വയ്ക്കാം. വേകുന്നവിടം വരെ കാത്തിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മളെ കറി ചെറിയ തീയിലിട്ട് ഞാൻ വേവിച്ചു. ഇത് ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു. നടപ്പ് തുറന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് തീ ഒന്ന് കുറച്ചിടാം. ഇതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ നെയ്യ് ഒരുപാട് പൊങ്ങിക്കിടപ്പുണ്ട്. തൊലി ചേർക്കുന്നത് കൊണ്ട് താറാവിൻ്റെ നെയ്യ് ഒത്തിരി നമ്മുടെ ഈ കറിക്ക് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കും. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് തീ കുറച്ചിട്ടതിന് ശേഷം കുറേശ്ശെയായിട്ട് ആ നെയ്യ് കോരി കളയുകയാണ് ചെയ്യുക. അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതുമല്ല. അതിൻ്റെ ടേസ്റ്റും കറിയുടെ ടേസ്റ്റ് ഒത്തിരി കുറഞ്ഞു പോകും നമ്മളിങ്ങനെ നെയ്യ് കണ്ടമാനം ഇതിനകത്തുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ തവി കൊണ്ട് മെല്ലെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ നെയ്യ് മാത്രമായിട്ട് നമുക്കിവിടെ ഇതിനകത്ത് കിട്ടും. എന്നിട്ട് നമുക്കത് കോരിക്കളയാം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു തവിയോളം നമുക്ക് നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഞാൻ ഏകദേശം ഒരു 5 തവിയോളം നെയ്യ് ഇതിൻ്റെത് മാറ്റിക്കഴിഞ്ഞു. എന്നാലും ഇനിയും ഇതിൽ നെയ്യുണ്ട്. പക്ഷെ മുഴുവനായിട്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റത്തില്ല. പറ്റുന്നിടത്തോളം കളയുക. അത് തന്നെയല്ല, ഇങ്ങനെ നെയ്യ് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉപയോഗിച്ചോളുക. കറിയുടെ അരപ്പ് കൂടാതെ വേണം നമ്മൾ നെയ്യ് എടുക്കാനായിട്ട്. ഇൻ കേസ് അരപ്പ് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഇതിപ്പോൾ അരപ്പ് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നെയ്യ് മാത്രം, മുകളിലത്തെ നെയ്യ് മാത്രം കളഞ്ഞതിന് ശേഷം അരപ്പ് തിരിച്ചൊഴിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇവിടെ ഇപ്പം ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത് നമ്മുടെ പാലാണ്, തേങ്ങാപ്പാലാണ്. ഞാൻ ഇവിടെ തേങ്ങാ പാൽപ്പൊടി ചേർത്തിരുന്നത് കൊണ്ട് 1-ാം പാലെന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ ഫ്രഷ് തേങ്ങ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് 1-ാം പാൽ ചേർക്കണം. ഇനി നമുക്ക് 1-ാം പാൽ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കുക.
2.5 കിലോ താറാവിന് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വിനെഗർ നമുക്ക് ചേർക്കാം. 3 അല്ലെങ്കിൽ 4. നിങ്ങളിങ്ങനെ ഇറച്ചി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ താറാവിറച്ചി പെട്ടെന്ന് വെന്തും കിട്ടും വിനെഗർ ചേർക്കുമ്പോൾ. പിന്നെ അല്പം രുചിക്കും കൂടിയാണ് നമ്മളത് ചേർക്കുക. ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ രുചിക്ക് അനുസരിച്ച് ലേശം കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളി മുന്നേക്ക് വരരുത്. ഇതിപ്പോൾ പാകത്തിനാണ്. എനിക്ക് 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് വിനെഗർ. ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കുന്നിടം വരെ കാത്തിരിക്കുക. ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇനി മപ്പാസിന് കടുക് താളിക്കാം താളിക്കാതിരിക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. കടുക് താളിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നെയ്യൊക്കെ ഉള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതിനകത്ത് കടുക് താളിച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി എക്സ്ട്രാ ആണെന്ന്, ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. പക്ഷേ എണ്ണയുടെ അളവൊക്കെ അല്പം കൂടിപ്പോവും. നമുക്ക് തീ ഓഫ് ചെയ്യാം. കടുക് താളിക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ച് വറുത്ത് കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും കൂടെ ചേർത്ത് വറുത്ത് ഇതിലേക്ക് ചേർത്താൽ മതിയാവും. വളരെ എണ്ണ കുറച്ചൊഴിച്ച് മാത്രമേ കടുക് താളിച്ച് ചേർക്കാവുള്ളൂ. കാരണം ഒരുപാട് നെയ്യുണ്ട് താറാവ് മപ്പാസ് വെക്കുന്നതിന്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. നമ്മുടെ താറാവ് കറി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ താറാവ് മപ്പാസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ.